ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യമൃഗശല്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശാസ്ത്രീയ ഗവേഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് MK രാഘവൻ MP. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അമിതമായ വില വർധനവ് നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിക്കുകയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. CSCO അഭയം പദ്ധതിയിലെ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കോഴിക്കോട്ട്. സിൽവർ ജൂബിലി ആഘോഷ നിറവിൽ മാവൂർ ഗ്വാളിയോർ റയോൺസിലെ വിരമിച്ച ജീവനക്കാരുടെ ഒത്തുചേരൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വന്യമൃഗശല്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ ഗവേഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് MK രാഘവൻ MP. ജിബിൻ സുഹൃത്ത് സംഘം സംഘടിപ്പിച്ച ജിബിൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു MP. യുവമാധ്യമ പ്രവർത്തകൻ ജിബിൻ P. മൂഴിക്കലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് മാധ്യമ സുഹൃത്ത് സംഘം ജിബിൻ ഓർമ്മ അനുസ്മരണ പരിപാടികൾ നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ് ഹാളിൽ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കാടിറങ്ങുന്ന ഭീതി എന്ന വിഷയത്തിൽ MK രാഘവൻ MP സംസാരിച്ചു. വന്യമൃഗ ശല്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ ഗവേഷണത്തിന് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യമൃഗ ശല്യ പ്രതിരോധത്തിനായുള്ള ശാസ്ത്രീയ ഗവേഷണത്തിന്റെ ആവശ്യകത പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയോരത്തെ കർഷകർ നിരന്തരമായ പ്രക്ഷോഭത്തിലായിരുന്നു. അതിന് കാരണം കസ്തൂരംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് സംബന്ധിച്ച് മലയോരത്തെ കർഷകരുടെ അവരുടെ വികാരവും വിചാരവും വേദനയും എല്ലാം ആവാഹിച്ചെടുത്തുകൊണ്ട് തന്റെ എഴുത്തിലൂടെ ഭരണകൂടങ്ങളെ അറിയിക്കാനും രാഷ്ട്രീയ നേതാക്കളെ അറിയിക്കാനും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നല്ല ശ്രമമുണ്ട്. ആ ശ്രമമൊന്നും ഒരിക്കലും ഈ നാട് മറക്കും എനിക്ക് തോന്നുന്നില്ല. പരിപാടിയിൽ സജീവൻ കല്ലേരി, രമേശ് കോട്ടൂളി, കമാൽ വരദൂർ, അരുൺ തോമസ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി PK സജിത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർമ്മാണ മേഖലയിലെ അവശ്യ വസ്തുക്കളായ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി വില വർദ്ധിപ്പിച്ചത് നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിക്കുകയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ജില്ലാ സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. എന്നിട്ടും ആ വലിയ ഫീസ് വർധനവുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലെ തരംമാറ്റൽ നിയമങ്ങൾ, ഒട്ടനവധി നിയമങ്ങൾ കൊണ്ടുവന്ന ഈ മേഖലയെ അപ്പൊ ഇപ്പൊ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ഫൂട്ടിന് 8 രൂപയാണ് എംസാൻഡിനും മെറ്റലിനും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കരിങ്കല്ലിന് ഒരു ലോഡ് 1500 അല്ലെ, 1500 രൂപ ഒരു ലോഡിന് ഒറ്റയടിക്കാൻ വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകള്, കെട്ടിടം ഉണ്ടാക്കുന്ന ആളുകള്, അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ടവനായ ലൈഫ് പദ്ധതി ഗവൺമെന്റ് ഒരു 4 ലക്ഷം കൊടുത്തുകൊണ്ട് 420-500 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയയിൽ ഒരു വീട് നിർമ്മിക്കുന്ന ആളുകൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം 4 ലക്ഷം കൊണ്ടോ 8 ലക്ഷം കൊണ്ടോ അങ്ങനെയുള്ളൊരു 420 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ 8 ലക്ഷമാണ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 11-12 തീയതികളിൽ പയ്യോളി ഇരിങ്ങത്ത് ഗ്രീൻ ഓക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ബാലകൃഷ്ണൻ K നിർവഹിക്കും. മുഖ്യാതിഥിയായി വടകര MP ഷാഫി പറമ്പിൽ സംബന്ധിക്കും. സംസ്ഥാന സെക്രട്ടറി KP ശശി തുടങ്ങിയ സംസ്ഥാന നേതാക്കളും മറ്റ് സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കുമെന്ന് CWSA ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ
ജില്ലാ സെക്രട്ടറി ശശിധരൻ VP, പ്രസിഡന്റ് അബ്ബാസ് TK, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ PK, അച്യുതൻ K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുമുള്ള മാലിന്യത്താൽ ദുരിതമനുഭവിക്കുന്നവരെ മുസ്ലിം ലീഗ് നേതൃസംഘം സന്ദർശിച്ചു. ഇരകളുടെ പ്രയാസങ്ങൾ കേട്ടറിഞ്ഞ സംഘം സ്ഥാപനത്തിലും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. താമരശ്ശേരി, കട്ടിപ്പാറ, കോടഞ്ചേരി, ഓമശ്ശേരി, പുതുപ്പാടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ പ്ലാന്റിന്റെ പ്രവർത്തനം കാരണം ജനജീവിതം ദുസ്സഹമാണ്. 5 വർഷമായി തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സ്ത്രീകളും വൃദ്ധരും അടങ്ങുന്ന സംഘം നേതാക്കൾക്ക് മുൻപിൽ വിശദീകരിച്ചു. അതിരൂക്ഷമായ ദുർഗന്ധം കാരണം പല രോഗങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുകയാണ് നാട്ടുകാർ. ശുദ്ധവായുവും വെള്ളവും ഭക്ഷണവും ലഭിക്കാനുള്ള അവകാശം പ്ലാന്റ് അധികൃതർ നിഷേധിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഛർദി, അലർജി, വയറിളക്കം, ശ്വാസതടസ്സം, ചുമ തുടങ്ങി പലതരം അസുഖങ്ങളാലും ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. 520 വീടുകളും 2 സ്കൂളുകളും അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. നാട്ടുകാരിൽ നിന്നും പരാതി കേട്ട പ്രതിനിധി സംഘം തുടർന്ന് പ്ലാന്റും സന്ദർശിച്ചു. ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം നിയമാനുസൃതമാക്കി ക്രമപ്പെടുത്തി ജനങ്ങളുടെ ആരോഗ്യത്തോടെയുള്ള ജീവിതം ഉറപ്പാക്കണമെന്ന് സംഘം പ്ലാന്റ് അധികൃതരോട് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, സെക്രട്ടേറിയറ്റ് അംഗം VM ഉമ്മർ മാസ്റ്റർ, UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് VKC ഉമ്മർ മൗലവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിനിധി സംഘം സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. കോഴിക്കോട് മാവൂർ ഗ്വാളിയോർ റയോൺസ് അടച്ചുപൂട്ടിയിട്ട് 25 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും വിരമിച്ച ജീവനക്കാരുടെ ഒത്തുചേരൽ പതിവാണ്. കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ സിൽവർ ജൂബിലിയിലാണ് ഇത്തവണത്തെ ഒത്തുചേരൽ. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കാണാം എന്ന് ലക്ഷ്യമിട്ടാണ് ഗ്രാസിമിലെ ഫൈബർ ഡിവിഷൻ ജീവനക്കാർ കൂട്ടായ്മ രൂപീകരിച്ചത്. കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ സിൽവർ ജൂബിലിയിലാണ് ഇത്തവണത്തെ ഒത്തുചേരൽ. മറീന റെസിഡൻസിയിലായിരുന്നു ചടങ്ങ്. സൗഹൃദത്തിന്റെ വലിയ സന്ദേശമാണ് ഒത്തുചേരലെന്ന് സംഘാടകൻ P. ആലിക്കോയ പറഞ്ഞു. കമ്പനി അടച്ചുപൂട്ടിയിട്ട് 25 വർഷമായെങ്കിലും ആ സൗഹൃദം വിടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ മെസ്സേജ്. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ട് വളരെയധികം പ്രയാസം സഹിച്ച് ഇവിടെ വന്ന് നമ്മളുടെ ഈ ഗെറ്റ് ടുഗദർ വളരെയധികം ഭംഗിയാക്കി തരുവാനും വേണ്ടി പല ആളുകളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. കൺവീനർ K. ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചിലർ വാർദ്ധക്യത്തിന്റെ അവശതകൾ പ്രകടമാക്കിയെങ്കിലും മറ്റു ചിലർ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണെന്ന് ഓർമ്മപ്പെടുത്തി. കൂട്ടുകാരെ കാണാൻ മക്കളുടെ അനുവാദത്തെ മറികടന്നു വന്നവരും പേരമക്കളോടൊപ്പം എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഗ്രാസിമിലെ ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് തൊഴിൽ ചെയ്ത് ഇപ്പോൾ വിശ്രമിക്കുന്നവരും കമ്പനികളിൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നവരും കൂട്ടായ്മയിലുണ്ട്. 1979 ജോലി ലഭിച്ച ചെറുപ്പ ദേവകി അമ്മയാണ് ഏറ്റവും മുതിർന്ന വനിതാ അംഗം. ഗ്രാസിമിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിലും തുടർ പഠനത്തിലൂടെ സർക്കാർ ഉന്നത ജോലി നേടിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. പാലിയേറ്റീവ് പരിചരണം, ജീവകാരുണ്യ പ്രവർത്തനം, കൃഷി എന്നിവയ്ക്ക് പ്രായം തടസ്സമല്ല എന്ന് ഓർമ്മപ്പെടുത്തി ജീവിതകഥ പറഞ്ഞും അനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുപാടിയും കൂട്ടായ്മയ്ക്ക് ആവേശം പകർന്നു. മുൻ ഇലക്ട്രിക്കൽ വിഭാഗം ചീഫ് K. രാധാകൃഷ്ണൻ, E. ബാലകൃഷ്ണൻ നായർ, P. ആലിക്കോയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 85 അംഗങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഇനി സമ്പൂർണ്ണ ഹരിത വിദ്യാലയം. വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ സ്കൂളിനെ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. സ്കൂളിനുള്ള പ്രശംസാ പത്രവും അദ്ദേഹം കൈമാറി.
പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തരംതിരിച്ച് കഴുകി ഉണക്കി ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക, പക്ഷികൾക്ക് കുടിനീർ ഒരുക്കുക, വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക, വൈദ്യുതി, വെള്ളം ഇവ പാഴാക്കാതിരിക്കുക, പരമാവധി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുക തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളിലുമായി ചെയ്താണ് തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ നേട്ടം കൈവരിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഹരിത ഭവനം പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഹരിത ഭവനങ്ങൾ തീർത്ത വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഈ സ്കൂൾ. കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടേക്കണ്ടി നാരായണൻ സ്കൂളിനെ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോഴാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിൽ എത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരിമാരോട് പറയണം, ഈ ഹരിത കർമ്മസേന വരുമ്പോൾ അവരോട് വളരെ സ്നേഹത്തിൽ തീരുമാനം, അവർക്ക് ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സി ദീപ, വൈസ് പ്രിൻസിപ്പൽ സി ജോളി റോസ്, സ്റ്റാഫ് സെക്രട്ടറി പി വി ജിനു, ഹരിതഭവനം കോർഡിനേറ്റർ സി മരിയ ഗ്രേസ് തുടങ്ങിയവരും സംസാരിച്ചു. ഒ ടി മയൂര പരിസ്ഥിതി കവിത ചൊല്ലി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഷെവലിയർ സി ചാക്കുണ്ണി തിരുവനന്തപുരത്ത് നടൻ മധുവിനെ സന്ദർശിച്ചു. മധുവിന്റെ വീട്ടിലെത്തിയ അദ്ദേഹം സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെയും ക്യാൻസർ സെന്ററിന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. MVR ക്യാൻസർ സെന്റർ ചെയ്യുന്നത് വലിയ സേവനമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ തന്നെയുള്ള ക്യാൻസർ വലിയ ആശ്വാസം. സഹകരണ സ്ഥാപനങ്ങൾ എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സേവന കേന്ദ്രങ്ങളാണെന്നത് അടിവരയിടുന്ന പ്രവർത്തനങ്ങളാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും നടത്തുന്നതെന്ന് മലയാള സിനിമയുടെ ഭാവാഭിനയ ചക്രവർത്തി നടൻ മധു പറഞ്ഞു. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഷെവലിയർ സി ചാക്കുണ്ണി തിരുവനന്തപുരത്ത് നടൻ മധുവിനെ സന്ദർശിച്ചു. ഇത്തവണത്തെ സന്ദർശനത്തിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി നടത്തുന്ന ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സിറ്റി സർവീസ് ബാങ്കിൽ 15,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ ക്യാൻസർ സെന്ററിൽ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതം കൂറി. ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് ഈ 2 സ്ഥാപനങ്ങളുമെന്നും നടൻ മധു കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വരുമ്പോൾ ക്യാൻസർ സെന്ററും സൗജന്യ ഡയാലിസിസ് സെന്ററും സന്ദർശിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 1 നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. 60ാം വാർഷിക ഒരു ജൂബിലി, വജ്ര ജൂബിലി ആയിട്ട് ആഘോഷിക്കുകയും ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തും വിദേശത്തുമൊക്കെ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിനുള്ളൊരു അവസരമായി ഇതിനെ കാണുകയുമാണ്. 1964 ഈ വിദ്യാലയം സ്ഥാപിതമായിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, സാംസ്കാരിക സമ്മേളനം, നിലവിലുള്ള വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാസാഹിത്യ പരിപാടികൾ, ഫ്യൂഷൻ ഡാൻസ്, മ്യൂസിക് ബാൻഡ് എന്നിവയോടെയാണ് NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 6:30 MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിക്കും. തോട്ടത്തിലെ രവീന്ദ്രൻ MLA, മുൻ MLA A പ്രദീപ് കുമാർ, കൗൺസിലർ TK ചന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. 2 സെഷനായിട്ടാണ് 2:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് പൂർവ്വ അധ്യാപകരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സ്വീകരിക്കുന്ന പരിപാടിയാണ്. തുടർന്ന് 4:30 മുതൽ 5:30 വരെയുള്ള ഒരു ഔട്ട്ഡോർ പരിപാടി, ഒരു ഓപ്പൺ സ്റ്റേജിലെ പരിപാടിയിലാണ് അവരെ ആദരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അധ്യാപക രക്ഷാകർതൃ സമിതി അധ്യക്ഷൻ K പ്രസാദ്, പൂർവ്വ വിദ്യാർത്ഥി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ TK വേണു, സിദ്ദിഖ് KT തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് സിഎസ്കോ അഭയം പദ്ധതിയിലെ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് തറക്കല്ലിടൽ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കുണ്ടുങ്ങൽ മാളിയേക്കൽ റോഡിലാണ് സിഎസ്കോ അഭയം പദ്ധതിയിലെ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് കർമ്മം നിർവഹിച്ചു. കോർപ്പറേഷൻ സ്നേഹക്കൂട് പദ്ധതിയിൽ 1000 പേർക്കെങ്കിലും വീട് വയ്ക്കാൻ പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സിഎസ്കോ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ പങ്കാളിത്തം വഹിക്കാൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സിഎസ്കോ കോഴിക്കോട് നഗരത്തിന് തന്നെ മാതൃകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, കൌൺസിലർ P മുഹസിന, PP അബ്ദുള്ള കോയ, K നൌഷാദ് അലി, SM സാലിഹ്, CPM സയ്യിദ് അഹമ്മദ്, അഭയം ചെയർമാൻ ബാബു കെൻസ, PM മെഹബൂബ് തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. കൊയിലാണ്ടിയിൽ നടന്ന മത്സരങ്ങളിൽ 9 സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് അക്കാദമിയും വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി. കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എളേറ്റിൽ MJHSSനെ 4-1 പരാജയപ്പെടുത്തി 9 സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് അക്കാദമിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡയമണ്ട് ഫീൽഡേഴ്സിനെ 6-3 പരാജയപ്പെടുത്തി വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി. ഇരു വിഭാഗങ്ങളിലും മടവൂർ സ്പോർട്സ് അക്കാദമിയും പെരുമണ്ണ EMSGHSSും 3ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ ലോക കേരള സഭാംഗം PK കബീർ സലാല ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനീസ് മടവൂർ അധ്യക്ഷനായിരുന്നു. PM എഡ്വേർഡ്, K അബ്ദുൾ മുജീബ്, TU ആദർശ്, ഫാരിസ് എളേറ്റിൽ, ബെന്നി K, അക്ഷയ്, വിപിൽ V ഗോപാൽ, ആകാശ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 16ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. കലാപരിപാടികൾ അരങ്ങേറി. കാലിക്കറ്റ് സൗത്ത് റോട്ടറി നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ ക്ലാസും നടത്തി. ബേപ്പൂർ നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 16ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കാലിക്കറ്റ് സൗത്ത് റോട്ടറി സഹകരണത്തോടെ ട്രോമ കെയർ പ്രഥമ ശുശ്രൂഷ ക്ലാസ് നടത്തി. സ്റ്റാർട്ട് CPR റെഡിയല്ലേ? എത്ര പ്രാവശ്യം ചെയ്യണോ? 30 പ്രാവശ്യം. അപ്പൊ ഒരാളൊരു 25 ആകുമ്പോ എന്താ കാട്ടുക വെച്ചാൽ കിടക്കും 5 ബാക്കിന്റെ അറിയത്ത് 25 അയാളെ റെസ്പോൺസ് കിട്ടി. 30 പറഞ്ഞു എന്നോട് 5 കൂടി ബാക്കിയുണ്ട് പറഞ്ഞ് ചെയ്യരുത്. എവിടെ റെസ്പോൺസ് കിട്ടിയോ അവിടെ നിർത്തുക. അല്ലെങ്കിലോ ഇതിനൊരു മെഡിക്കൽ ടീമിനെ കൈമാറുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. എന്താ വെച്ചോ ഇയാളുടെ ബ്രെയിനിലേക്ക് എന്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്? അത്രയും സമയം ബ്ലഡ് പോകും. ബ്രെയിൻ ലൈവ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. കറക്റ്റ്. ഇത് സാധാരണ നമ്മൾ പറയാം ഒരു 8 വയസ്സ് കഴിഞ്ഞപ്പോ ഇതൊരു കുട്ടിക്കാണെങ്കിൽ, ചെറിയ കുട്ടിയാണെങ്കിൽ 2 വിരലായിരിക്കണം. കൗൺസിലർ P രാജീവ്, ഗിരിജ ടീച്ചർ, P പ്രേംകുമാർ, അഡ്വക്കേറ്റ് PTS ഉണ്ണി, അനസ് തിരുത്തിയാട്, TM സതീഷ്, ലുക്മാൻ U, ബാബു സർവോത്തമൻ എന്നിവരും സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഗോദീശ്വരം അങ്കണവാടിയുടെ 17ാം വാർഷികാഘോഷം കലാകായിക പരിപാടികളോടെ നടന്നു. 48ാം ഡിവിഷൻ കൗൺസിലർ
ടി രജനി ഉദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുത്തു. BC റോഡ് വെസ്റ്റ് പടനിലം വയലിലാണ് ഗോദീശ്വരം അംഗൻവാടിയുടെ വാർഷികാഘോഷ പരിപാടികൾ നടത്തിയത്. 48ാം ഡിവിഷൻ കൗൺസിലർ ടി രജനി ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടിയുടെ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ചെലവുകൾ ഏറിയത് തന്നെയാണ്. നമുക്ക് ഒരു ഒരു ഓഡിറ്റോറിയം ഉണ്ടാവുമ്പോൾ കുറേ ചെലവ് അങ്ങനെ കഴിയും. അതേപോലെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ കുറേ പണത്തിന് ലാഭം ഉണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ കെട്ടി ഒരു സ്റ്റേജൊക്കെ ആയി വരുമ്പോൾ തന്നെ സൗണ്ട്സും സ്റ്റേജൊക്കെ ആയി വരുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ ടീച്ചർമാരെ ബാധിക്കുന്നുണ്ട്. എന്തായാലും പ്രസന്ന ടീച്ചറെ കുട്ടി പറയുമ്പോൾ എല്ലാ വർഷവും ഇതിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ടീച്ചർമാരെടുക്കുന്ന എല്ലാ ടീച്ചർമാരും ഇതേപോലെ എടുക്കാറില്ല. ALMSC പ്രസിഡന്റ് NK ബാബു അധ്യക്ഷത വഹിച്ചു. അംഗനവാടി ടീച്ചർ ടി പ്രസന്ന, ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ രാഹുൽ AK, റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധി ഷിനു പിന്നാണത്ത്, ALMSC ഭാരവാഹി അജയൻ K തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ മുതൽ കായിക മത്സരങ്ങളും വൈകിട്ട് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗശല്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശാസ്ത്രീയ ഗവേഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് MK രാഘവൻ MP. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അമിതമായ വില വർധനവ് നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിക്കുകയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. CSCO അഭയം പദ്ധതിയിലെ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കോഴിക്കോട്ട്. സിൽവർ ജൂബിലി ആഘോഷ നിറവിൽ മാവൂർ ഗ്വാളിയോർ റയോൺസിലെ വിരമിച്ച ജീവനക്കാരുടെ ഒത്തുചേരൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.